ഒറ്റപ്പെടലും സങ്കടവും ഭയവും നിങ്ങളുടെ പ്രാർത്ഥനകൾക്ക് മറുപടി ലഭിക്കാത്തതുപോലുള്ള അസ്വസ്ഥതയും നിസ്സഹായതയും ഇന്ന് ഈ നിമിഷം നിങ്ങളുടെ മനസ്സിനെ അലട്ടുന്നുണ്ടോ? നമ്മുടെ ഈ ആകുലതകളുടെ നടുവിലേക്ക് ദൈവഹിതവും പ്രത്യാശയും പകർന്നു തരുന്ന ജെറമിയ പ്രവാചകന്റെ പുസ്തകം 26 മുതൽ 52 വരെയുള്ള അധ്യായങ്ങളിലേക്ക് ക്ഷമയോടെ നമുക്ക് ഒരുമിച്ച് കാതോർക്കാം. അധ്യായങ്ങൾ 26 മുതൽ 28 വരെയുള്ള ഭാഗങ്ങളുടെ വിചിന്തനം. ജെറമിയ പ്രവാചകൻ ദൈവവചനം അനുസരിക്കാൻ ജനത്തോട് ആഹ്വാനം ചെയ്യുന്നതും അതിന്റെ പേരിൽ ജനങ്ങളിൽ നിന്നും പുരോഹിതരിൽ നിന്നും നേരിടുന്ന കടുത്ത എതിർപ്പുകളുമാണ് ഈ ഭാഗത്ത് നാം വായിച്ചു കാണുന്നത്. കർത്താവിന്റെ ആലയത്തിൽ നിന്നുകൊണ്ട് പശ്ചാത്താപത്തിന്റെ സന്ദേശം പ്രഘോഷിച്ച പ്രവാചകനെ അവർ വധിക്കാൻ ശ്രമിച്ചെങ്കിലും ദൈവത്തിന്റെ ശക്തമായ കരം അദ്ദേഹത്തെ അത്ഭുതകരമായി കാത്തു സംരക്ഷിക്കുന്നു. വ്യാജ പ്രവാചകനായ ഹനനിയ ദൈവജനത്തെ തെറ്റായ പ്രത്യാശ നൽകി വഴിതെറ്റിക്കാൻ ശ്രമിക്കുമ്പോൾ ജെറമിയ കർത്താവിന്റെ യഥാർത്ഥ വചനം ധീരതയോടെ ഓർമ്മിപ്പിക്കുന്നു. മനുഷ്യന്റെ വ്യാജമായ വാഗ്ദാനങ്ങൾ തകരുമെന്നും ദൈവത്തിന്റെ കൽപ്പനകൾ മാത്രമാണ് എന്നേക്കും നിലനിൽക്കുന്നതെന്നും ഈ അധ്യായങ്ങൾ നമ്മെ വ്യക്തമായി ബോധിപ്പിക്കുന്നു. ബാബിലോൺ രാജാവിന്റെ നുകം വഹിക്കാൻ ആവശ്യപ്പെടുന്ന പ്രവാചകന്റെ വാക്കുകൾ കഠിനമായിരുന്നെങ്കിലും അത് ദൈവത്തിന്റെ ശിക്ഷണമായിരുന്നുവെന്ന് ജനം വൈകിയാണ് തിരിച്ചറിഞ്ഞത്. കഷ്ടപ്പാടുകളുടെ നടുവിലും ദൈവത്തോട് വിശ്വസ്തത പുലർത്താൻ ഈ വചനഭാഗം നമ്മെ ശക്തമായി ആഹ്വാനം ചെയ്യുന്നു. അധ്യായങ്ങൾ 29 മുതൽ 31 വരെയുള്ള ഭാഗങ്ങളുടെ വിചിന്തനം. ബാബിലോണിലേക്ക് നാടുകടത്തപ്പെട്ട പ്രവാസികളായ ദൈവജനത്തിന് പ്രത്യാശയുടെയും ആശ്വാസത്തിന്റെയും സന്ദേശം നൽകുന്ന ജെറമിയായുടെ അതിമനോഹരമായ കത്താണ് ഈ അധ്യായങ്ങളിലെ ഉള്ളടക്കം. കർത്താവ് തങ്ങളെ ഉപേക്ഷിച്ചുവെന്ന് കരുതി സങ്കടപ്പെട്ടിരുന്ന ജനത്തോട് അവിടുന്ന് അരുളി ചെയ്യുന്നത് നിങ്ങൾക്ക് ശുഭമായ ഭാവിയും പ്രത്യാശയും നൽകാനുള്ള പദ്ധതികളാണ് എനിക്കുള്ളത് എന്നാണ്. ഇസ്രായേലിന്റെയും യൂദയായുടെയും പുനരുദ്ധാരണത്തെക്കുറിച്ചും അവരുടെ വിലാപത്തെ കർത്താവ് സന്തോഷമാക്കി മാറ്റുമെന്നുമുള്ള വലിയ വാഗ്ദാനങ്ങൾ ഇവിടെ വെളിപ്പെടുന്നുണ്ട്. കല്ലായ ഹൃദയങ്ങൾക്ക് അതിനു പകരം മനുഷ്യന്റെ അന്തരംഗത്തിൽ എഴുതപ്പെടുന്ന ഒരു പുതിയ ഉടമ്പടി കർത്താവ് തന്റെ ജനവുമായി സ്ഥാപിക്കുമെന്ന് ഈ ഭാഗം പ്രഖ്യാപിക്കുന്നു. ദൈവത്തിന്റെ നിത്യമായ സ്നേഹവും കരുണയും പീഡിതർക്ക് വലിയ ആശ്വാസമേകുന്നു. അധ്യായങ്ങൾ 32 മുതൽ 34 വരെയുള്ള ഭാഗങ്ങളുടെ വിചിന്തനം. യൂദയ രാജ്യം ശത്രുക്കളുടെ ഉപരോധത്തിൽ അമർന്നിരിക്കുമ്പോഴും പ്രത്യാശയുടെ പ്രതീകമായി അനാത്തോത്തിലെ നിലം വാങ്ങാൻ കർത്താവ് ജെറമിയയോട് കൽപ്പിക്കുന്ന അത്ഭുതകരമായ സംഭവം ഇവിടെ വിവരിക്കപ്പെടുന്നു. ഈ നാട് വീണ്ടും ദൈവത്താൽ അനുഗ്രഹിക്കപ്പെടും എന്നതിന്റെയും ജനങ്ങൾ ഇവിടെ തിരിച്ചെത്തി പാർക്കും എന്നതിന്റെയും ശക്തമായ അടയാളമായിരുന്നു ഈ ഭൂമി വാങ്ങൽ പ്രക്രിയ. തടവറയിൽ കിടക്കുമ്പോഴും പ്രവാചകൻ ദൈവത്തിന്റെ അത്ഭുത പ്രവർത്തികളെ സ്തുതിക്കുകയും അവിടുത്തെ വിശ്വസ്തതയെ ജനത്തിനു മുൻപിൽ സാക്ഷ്യപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട്. സെദക്കിയ രാജാവിന്റെ പതനത്തെക്കുറിച്ചും അടിമകൾക്ക് സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ച ശേഷം അത് ലംഘിച്ച ജനത്തിന്റെ അധർമ്മത്തെക്കുറിച്ചും വചനം ഗൗരവത്തോടെ ഓർമ്മിപ്പിക്കുന്നു. കർത്താവിന് അസാധ്യമായി ഒന്നുമില്ലെന്നും അവിടുന്ന് തന്റെ വാഗ്ദാനങ്ങളിൽ വിശ്വസ്തനാണെന്നും ഈ വചനങ്ങൾ സാക്ഷ്യപ്പെടുത്തുന്നു. അധ്യായങ്ങൾ 35 മുതൽ 37 വരെയുള്ള ഭാഗങ്ങളുടെ വിചിന്തനം. ദൈവകൽപ്പനകൾ വിശ്വസ്തയോടെ പാലിച്ച രേഖാബ്യരുടെ മാതൃകയും അതിന് വിപരീതമായി ദൈവവചനത്തെ പൂർണ്ണമായി നിന്ദിച്ച യഹോയാക്കീം രാജാവിന്റെ കഠിനഹൃദയത്വവും ഈ ഭാഗത്ത് പ്രതിപാദിക്കുന്നു. ജെറമിയ എഴുതിച്ച വചന ചുരുൾ രാജാവ് കോപത്തോടെ വെട്ടി തീയിലിട്ട് കരിച്ചു കളഞ്ഞെങ്കിലും ദൈവത്തിന്റെ വചനം നശിക്കാതെ വീണ്ടും എഴുതപ്പെടുകയാണ് ഉണ്ടായത്. ബാബിലോൺ സൈന്യം താൽക്കാലികമായി പിന്മാറിയപ്പോൾ ജനം വ്യാജമായ ആശ്വാസത്തിലായെങ്കിലും നഗരം നശിപ്പിക്കപ്പെടും എന്ന ദൈവവചനം ജെറമിയ ആവർത്തിച്ചു. ഇതിന്റെ പേരിൽ പ്രവാചകൻ കൽത്തുറങ്കിൽ അടയ്ക്കപ്പെടുകയും കഠിനമായ പീഡനങ്ങൾ ഏൽക്കേണ്ടി വരികയും ചെയ്തു. മനുഷ്യൻ ദൈവവചനത്തെ തള്ളിക്കളഞ്ഞാലും ദൈവത്തിന്റെ പദ്ധതികൾ നിശ്ചയമായും നിറവേറുമെന്ന് ഈ അധ്യായങ്ങൾ വ്യക്തമാക്കുന്നു. 38 മുതൽ 40 വരെയുള്ള അധ്യായങ്ങളുടെ വിചിന്തനം. ജെറമിയ പ്രവാചകനെ ശത്രുക്കൾ ചെളി നിറഞ്ഞ കിണറ്റിലിട്ട് വധിക്കാൻ ശ്രമിക്കുന്നതും
എബെത്ത് മെലക് എന്ന വിദേശി അദ്ദേഹത്തെ രക്ഷിക്കുന്നതുമായ നാടകീയ സംഭവങ്ങളാണ് ഇതിലുള്ളത്. ജെറുസലേം നഗരം ബാബിലോൺ സൈന്യത്തിന് മുൻപിൽ പൂർണ്ണമായി തകരുകയും സെദക്കിയ രാജാവ് അന്ധനാക്കപ്പെട്ട് തടവുകാരനായി പിടിക്കപ്പെടുകയും ചെയ്യുന്നു. ദൈവവചനം നിരസിച്ച ജനത്തിന്റെ മേൽ പ്രവചിക്കപ്പെട്ട ദുരന്തങ്ങൾ മുഴുവൻ അക്ഷരം പ്രതി സംഭവിക്കുന്നത് ഈ ഭാഗത്ത് നാം കാണുന്നു. എന്നാൽ നെബൂസരദാൻ എന്ന ബാബിലോണിയൻ സേനാപതി കർത്താവിന്റെ പ്രവാചകനായ ജെറമിയയോട് ആദരവ് കാണിക്കുകയും അദ്ദേഹത്തിന് പൂർണ്ണ സ്വാതന്ത്ര്യം നൽകുകയും ചെയ്തു. മിസ്പായിൽ ഗദാലിയായുടെ നേതൃത്വത്തിൽ ശേഷിച്ച ജനങ്ങൾ ഒരുമിച്ച് കൂടുന്നതോടെ പുതിയൊരു അതിജീവനത്തിന്റെ ഘട്ടം ആരംഭിക്കുന്നു. 41 മുതൽ 43 വരെയുള്ള അധ്യായങ്ങളുടെ വിചിന്തനം. ഗദാലിയ വധിക്കപ്പെടുന്നതും ഭയചകിതരായ ദൈവജനം ജെറമിയയോട് ദൈവഹിതം അന്വേഷിക്കുന്നതുമാണ് ഈ അധ്യായങ്ങളിലെ പ്രധാന പ്രമേയം. ഈ നാട്ടിൽ തന്നെ തുടരണം എന്ന ദൈവകൽപ്പന അനുസരിക്കാതെ ജനം തങ്ങളുടെ സ്വന്തം ബുദ്ധിയിൽ ആശ്രയിച്ച് ഈജിപ്തിലേക്ക് പലായനം ചെയ്യാൻ തീരുമാനിക്കുന്നു. ഈജിപ്തിലേക്ക് പോകരുത് എന്ന കർത്താവിന്റെ ശക്തമായ മുന്നറിയിപ്പിനെ അവർ അഹങ്കാരത്തോടെ തള്ളിക്കളയുകയും ജെറമിയയെയും ബാറൂക്കിനെയും ബലമായി കൂടെ കൂട്ടുകയും ചെയ്തു. തങ്ങൾ അഭയം തേടിപ്പോയ ഈജിപ്തും ബാബിലോൺ രാജാവിനാൽ തകർക്കപ്പെടുമെന്ന് പ്രവാചകൻ അവിടെ വെച്ചും പ്രവചിക്കുന്നു. ദൈവഹിതത്തിന് കീഴടങ്ങാതെ സ്വന്തം സുരക്ഷിതത്വം തേടുന്ന മനുഷ്യന്റെ പരിശ്രമങ്ങൾ പരാജയപ്പെടുമെന്ന് ഈ ഭാഗം വ്യക്തമാക്കുന്നു. 44 മുതൽ 46 വരെയുള്ള അധ്യായങ്ങളുടെ വിചിന്തനം. ഈജിപ്തിൽ പാർത്തിരുന്ന യഹൂദർ കർത്താവിനെ പൂർണ്ണമായി ഉപേക്ഷിച്ച് ആകാശരാജ്ഞിക്ക് ധൂപം അർപ്പിച്ചുകൊണ്ട് വിഗ്രഹാരാധനയിൽ മുഴുകുന്നതാണ് നാം ഇവിടെ കാണുന്നത്. പ്രവാചകന്റെ കഠിനമായ ശാസനകളെ ജനം പരസ്യമായി ധിക്കരിക്കുകയും തങ്ങളുടെ ദുഷ്ടതയിൽ ഉറച്ചു നിൽക്കുകയും ചെയ്തു. വിശ്വസ്തനായ ബാറൂക്കിന് കർത്താവ് നൽകുന്ന വ്യക്തിപരമായ ആശ്വാസത്തിന്റെ സന്ദേശവും ഈ ഭാഗത്ത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഈജിപ്തിനെതിരെയുള്ള ദൈവത്തിന്റെ ന്യായവിധിയും ഫറവോൻ നെക്കോയുടെ സൈന്യത്തിന്റെ പതനവും പ്രവാചകൻ പ്രഖ്യാപിക്കുന്നു. ദൈവജനം വിഗ്രഹാരാധനയിലൂടെ തങ്ങളെ തന്നെ നാശത്തിലേക്ക് തള്ളിവിടുമ്പോഴും കർത്താവ് തന്റെ നീതി നടപ്പാക്കുക തന്നെ ചെയ്യും. 47 മുതൽ 49 വരെയുള്ള അധ്യായങ്ങളുടെ വിചിന്തനം. ഫിലിസ്തീർ, മോവാബിയർ, അമോന്യർ, ഏദോം, ദമാസ്കസ്, കേദാർ, ഹാസർ, ഏലാം എന്നീ അയൽ രാജ്യങ്ങൾക്കെതിരെയുള്ള കർത്താവിന്റെ ശക്തമായ ന്യായവിധിയുടെ പ്രവചനങ്ങളാണ് ഈ അധ്യായങ്ങൾ. തങ്ങളുടെ സമ്പത്തിലും കോട്ടകളിലും അഹങ്കരിച്ച വിദേശ ജാതികളെല്ലാം ദൈവത്തിന്റെ പരമാധികാരത്തിന് മുൻപിൽ തകർന്നടിയുമെന്ന് പ്രവാചകൻ ഓർമ്മിപ്പിക്കുന്നു. ചരിത്രത്തിന്റെ യഥാർത്ഥ നാഥൻ ഇസ്രായേലിന്റെ ദൈവം മാത്രമാണെന്നും സകല ജനതകളും അവിടുത്തെ ന്യായവിധിക്കായി കാത്തു നിൽക്കുന്നുവെന്നും ഈ വചനങ്ങൾ വ്യക്തമാക്കുന്നുണ്ട്. എങ്കിലും ഇതിൽ ചില ജനതകളുടെ പ്രവാസം കർത്താവ് അവസാനിപ്പിക്കും എന്ന കരുണയുടെ സന്ദേശവും ഇതിൽ ഉൾച്ചേർത്തിരിക്കുന്നു. ദൈവത്തിന്റെ നീതി സകല ജനതകളുടെയും മേൽ ഒരേപോലെ സമാഗതമാകുമെന്ന് ഈ ഭാഗം തെളിയിക്കുന്നു. 50 മുതൽ 52 വരെയുള്ള അധ്യായങ്ങളുടെ വിചിന്തനം. ഇസ്രായേലിനെ പീഡിപ്പിച്ച മഹാശക്തിയായ ബാബിലോണിന്റെ അന്തിമ നാശത്തെക്കുറിച്ചും യഹൂദജനത്തിന്റെ വിമോചനത്തെക്കുറിച്ചുമുള്ള പ്രവചനങ്ങളാണ് ഇതിൽ അടങ്ങിയിരിക്കുന്നത്. വിഗ്രഹങ്ങളുടെ നഗരമായ ബാബിലോൺ പൂർണ്ണമായി തകർക്കപ്പെടുമ്പോൾ ദൈവജനം സിയോനിലേക്ക് കണ്ണീരോടെ മടങ്ങിവരുമെന്ന് പ്രവാചകൻ മുൻകൂട്ടി കാണുന്നു. ജെറുസലേം നഗരത്തിന്റെ പതനവും ദേവാലയം കൊള്ളയടിക്കപ്പെട്ടതുമായ ചരിത്രപരമായ വസ്തുതകൾ അവസാന അധ്യായത്തിൽ വീണ്ടും വിശദമായി വിവരിക്കുന്നുണ്ട്. യൂദാ രാജാവായ യെഹോയാക്കീന് തടവറയിൽ നിന്ന് മോചനം ലഭിക്കുന്നതോടെ ഈ പുസ്തകം വലിയൊരു പ്രത്യാശയിൽ അവസാനിക്കുന്നു. കർത്താവിന്റെ വചനം ഒരു നാളും പരാജയപ്പെടുകയില്ലെന്ന് ഈ അന്തിമ അധ്യായങ്ങൾ നമ്മെ ബോധ്യപ്പെടുത്തുന്നു. പ്രിയ ദൈവജനമേ, മനുഷ്യന്റെ ആത്മാവ് എപ്പോഴും ദൈവത്തിനായി ദാഹിച്ചുകൊണ്ടിരിക്കുന്നുവെന്നും ആ ശൂന്യതയെ നികത്താൻ അവിടുത്തെ വചനത്തിന് മാത്രമേ സാധിക്കൂ എന്നും ഈ അധ്യായങ്ങൾ വ്യക്തമാകുന്നു. ലൗകിക സുഖങ്ങളും താൽക്കാലിക സുരക്ഷിതത്വങ്ങളും നൽകുന്ന വ്യാജമായ ആശ്വാസങ്ങൾ മനുഷ്യനെ കൂടുതൽ അസ്വസ്ഥതയിലേക്കാണ് നയിക്കുക. എന്നാൽ ദൈവ വചനം നൽകുന്ന ശാശ്വതമായ സമാധാനം ആത്മാവിന് നിത്യമായ ജീവനും സംതൃപ്തിയും പ്രദാനം ചെയ്യുന്നു. കർത്താവിന്റെ വചനത്തിലേക്ക് തിരിയുന്ന വ്യക്തിക്ക് മാത്രമേ ഹൃദയത്തിന്റെ ആഴത്തിലുള്ള ശൂന്യതയെ പൂർണ്ണമായി മാറ്റാൻ സാധിക്കൂ.
ആദിമസഭ ജെറമിയ പ്രവാചകന്റെ പുസ്തകത്തിലെ പ്രവാസത്തിന്റെ കഠിനമായ അനുഭവങ്ങളെയും പുതിയ ഉടമ്പടിയെക്കുറിച്ചുള്ള വാഗ്ദാനങ്ങളെയും ഈശോയുടെ കുരിശുമരണത്തിന്റെ വെളിച്ചത്തിലാണ് വ്യാഖ്യാനിച്ചത്. ജെറമിയ പ്രവചിച്ച ഹൃദയങ്ങളിൽ എഴുതപ്പെടുന്ന പുതിയ ഉടമ്പടി ക്രിസ്തുവിന്റെ രക്തത്തിലൂടെയാണ് പൂർത്തിയാക്കപ്പെട്ടതെന്ന് സഭ മനസ്സിലാക്കി. ദുരന്തങ്ങളുടെ നടുവിലും ദൈവം തന്റെ ജനത്തെ പൂർണ്ണമായി ഉപേക്ഷിക്കുകയില്ലെന്ന പ്രത്യാശയാണ് സ്ലീഹന്മാർ സഭയ്ക്ക് പകർന്നു നൽകിയത്. കഷ്ടപ്പാടുകൾ ദൈവത്തിന്റെ ഉപേക്ഷിക്കലല്ല, മറിച്ച് വലിയൊരു രക്ഷയിലേക്കുള്ള ഒരുക്കമാണെന്ന് ആദിമസഭ വിശ്വസിച്ചു. ജെറമിയ പ്രവാചകൻ ആഹ്വാനം ചെയ്യുന്ന ആന്തരികമായ ശുദ്ധീകരണവും ദൈവത്തോടുള്ള വിശ്വസ്തതയും വിശുദ്ധ കുമ്പസാരത്തിന്റെയും വിശുദ്ധ കുർബാനയുടെയും സ്വീകരണത്തിനായി നമ്മെ ഒരുക്കുന്നു. പാപത്തിന്റെ തടവറയിൽ നിന്നും പ്രവാസത്തിൽ നിന്നും നമ്മെ മോചിപ്പിക്കുന്ന കൂദാശയാണ് അനുരഞ്ജന ശുശ്രൂഷ അഥവാ കുമ്പസാരം. വിശുദ്ധ കുർബാനയിലൂടെ കർത്താവ് നമ്മളുമായി സ്ഥാപിച്ച പുതിയ ഉടമ്പടിയുടെ ജീവനുള്ള പങ്കാളികളായി നാം ഓരോരുത്തരും രൂപാന്തരപ്പെടുന്നു. ബലിപീഠത്തിലേക്ക് ഒരുക്കമുള്ള ഹൃദയത്തോടെ അടുക്കുവാൻ ഈ വചനങ്ങൾ നമ്മെ ശക്തമായി പ്രേരിപ്പിക്കുന്നു. ഈ ഭൂമിയിലെ ജീവിതം താൽക്കാലികമാണെന്നും നാം എല്ലാവരും അന്തിമമായ ദൈവവിധിയെ അഭിമുഖീകരിക്കേണ്ടി വരും എന്നും പ്രവാചകന്റെ വാക്കുകൾ നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ജെറുസലേമിന്റെ മേൽ വന്ന ന്യായവിധി ലോകാവസാനത്തിൽ വരാനിരിക്കുന്ന അന്തിമ വിധിയുടെ ഒരു വലിയ നിഴലാട്ടമാണ്. ദൈവഹിതമനുസരിച്ച് ജീവിക്കുന്നവർക്ക് സ്വർഗത്തിൽ ദൈവത്തെ മുഖാമുഖം ദർശിക്കുന്ന ഭാഗ്യകരമായ നിത്യജീവൻ കർത്താവ് വാഗ്ദാനം ചെയ്യുന്നുണ്ട്. ആ നിത്യമായ സ്വർഗീയ ലക്ഷ്യത്തിലേക്ക് ഒത്തിരി പ്രത്യാശയോടെ കണ്ണുകൾ ഉയർത്തി ജീവിക്കാൻ ഈ തിരുവചന ഭാഗങ്ങൾ നമ്മെ ഒരുക്കുന്നു. കത്തോലിക്കാ സഭയുടെ POC ബൈബിൾ പതിപ്പിൽ നിന്ന് ജെറമിയ പ്രവാചകന്റെ ഈ അധ്യായങ്ങൾ വ്യക്തിപരമായി വായിക്കാൻ ഞാൻ നിങ്ങളെ ഒത്തിരി സ്നേഹത്തോടെ ഓർമ്മിപ്പിക്കുന്നു. തിരുവചനങ്ങൾ ശ്രദ്ധയോടെ വായിക്കുമ്പോൾ മാത്രമാണ് ദൈവത്തിന്റെ ശബ്ദം നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമായി മാറുന്നത്. വചന വായനയിലൂടെ നമ്മുടെ ദൈനംദിന ജീവിതത്തിലെ സങ്കടങ്ങൾക്കും പ്രതിസന്ധികൾക്കും കൃത്യമായ പരിഹാരം കണ്ടെത്താൻ സാധിക്കും. അതിനാൽ വിശുദ്ധ ഗ്രന്ഥം തുറന്ന് ദൈവത്തിന്റെ ജീവനുള്ള വചനം ഇന്ന് തന്നെ വായിച്ച് ധ്യാനിക്കാം. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ നിങ്ങൾക്ക് ഏവർക്കും ദൈവത്തിന്റെ വലിയ അനുഗ്രഹവും സമാധാനവും ഉണ്ടാകട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. നാളെ വീണ്ടും നമുക്ക് ഒരുമിച്ച് കൂടാം ദൈവ തിരുമനസ്സിന്റെ നാമത്തിൽ തന്നെ. അതുവരെ പ്രാർത്ഥിക്കാം, സ്നേഹിക്കാം, ഈശോയെ പങ്കുവയ്ക്കാം.